ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ സെക്കൻഡ് വോളിയം ടെക്സ്റ്റ് ബുക്കിലുള്ള 5ാമത്തെ ലെസൺ ഇലക്ട്രോ കെമിസ്ട്രി, അതിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉപ്പാണ്. ഉരുകിയ ഉപ്പിനെയാണ് നമ്മൾ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. സോഡിയം ക്ലോറൈഡ് അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. കാരണം എന്താണ്? ആ സമയത്ത് അത് ഫിക്സഡ് പൊസിഷനിലുള്ള വൈബ്രേഷൻ മാത്രമാണ് അതിൻ്റെ അയോൺസിന് സംഭവിക്കുന്നത്. അയോൺസ് ആർ നോട്ട് ഫ്രീ ടു മൂവ് അറ്റ് ദിസ് പൊസിഷൻ. സോളിഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ അയോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് മോൾട്ടൺ സ്റ്റേറ്റിലാണെങ്കിൽ ഇതിന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു മോൾട്ടൺ സ്റ്റേറ്റിൽ സോഡിയം ക്ലോറൈഡ് ഏത് രീതിയിലാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബീക്കറിൽ സോഡിയം ക്ലോറൈഡ്, മോൾട്ടൺ സോഡിയം ക്ലോറൈഡാണ് ബ്ലൂ കളറിൽ കാണുന്ന സൊല്യൂഷൻ. പിന്നെ അതിൽ 2 ഇലക്ട്രോഡ്സ് വെച്ചിട്ടുണ്ട്. ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്സ് ആണ് വെച്ചത്. ഒന്ന് പോസിറ്റീവാണ്, ഒന്ന് നെഗറ്റീവാണ്. പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡും നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡുമാണ് ബാറ്ററിയുമായി കണക്ട് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് ഈ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന് ഇലക്ട്രോളിസിസ് നടന്നിട്ട് സോഡിയവും ക്ലോറിനും അയോണൈസ് ചെയ്യും. Na+ ആൻഡ് Cl- ആ രീതിയിലാണ് അയണൈസേഷൻ നടക്കുന്നത്. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് Na+ഉം Cl- അയണൈസ് ചെയ്യും. ഇതിൽ Na+ മൂവ് ചെയ്യുന്നത് നെഗറ്റീവ് സൈഡുള്ള കാഥോഡിൻ്റെ സൈഡിലേക്കായിരിക്കും. കാഥോഡ് ഭാഗത്തേക്കാണ് Na+ൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. അതേപോലെ Cl- പോകുന്നത് നമ്മുടെ പോസിറ്റീവ് സൈഡായിട്ടുള്ള ആനോഡിലേക്കായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെല്ലാം സബ്സ്റ്റൻസാണ്, എന്തെല്ലാം നമുക്ക് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോളിസിസ് വഴി ആനോഡിലും കാഥോഡിലും ലഭിക്കുന്നു എന്ന് നോക്കാം. നമുക്ക് ക്ലോറിൻ ഗ്യാസാണ് ആനോഡിൽ ലഭിക്കുന്നത്. ക്ലോറിൻ ഗ്യാസ് ആനോഡിൽ ലിബറേറ്റ് ചെയ്യുന്നു. അതേപോലെ ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റഡ് അറ്റ് ദി ആനോഡ്. അതേപോലെ നമുക്ക് കാഥോഡിൽ കിട്ടുന്നത് സോഡിയം മെറ്റലായിരിക്കും. ഈ രീതിയിലുള്ള 2 സബ്സ്റ്റൻസാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇവിടെ ചോദിക്കുന്നുണ്ട്, വാട്ട് ആർ ദി അയോൺസ് ഇൻ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്? നമുക്കറിയാലോ ഏതെല്ലാം അയോൺസാണ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൽ നമുക്ക് ലഭിക്കുന്നത്. Na+ഉം Cl- ലഭിക്കുന്നത്. അയോൺസ് ചോദിച്ചാൽ സോഡിയം അയോണും ക്ലോറൈഡ് അയോണും, ഈ 2 അയോൺസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദി ആനോഡ്? ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുന്നത്. കാഥോഡിലാണെങ്കിലോ വാട്ട് ഈസ് ദ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദി കാഥോഡ് ആണെങ്കിൽ റിഡക്ഷൻ ആയിരിക്കും. ഇനി ഈ റിയാക്ഷൻസ് ചോദിക്കാറുണ്ട്. ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻസ് ചോദിക്കാറുണ്ട്. അതായത് ഓക്സിഡേഷനും റിഡക്ഷനും ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്സിഡേഷൻ്റെയും റിഡക്ഷൻ്റെയും റിയാക്ഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, അവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദ അയോൺസ് ഇൻ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എന്ന് ചോദിച്ചാൽ Na+ ആൻഡ് Cl- അയോൺസ്. നൗ വാട്ട് ഈസ് ദ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദി ആനോഡ്? ഓക്സിഡേഷൻ. റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ അറ്റ് ആനോഡ്. അതായത് ഓക്സിഡേഷൻ്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടി പറയും. ആനോഡിൽ ക്ലോറിൻ ഗ്യാസാണ് ഫോം ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. ഈ ക്ലോറിൻ ഗ്യാസ് ഉണ്ടാവുന്നത് ആ ഒരു ഇക്വേഷനാണ് ചോദിച്ചത്. ഇതാണ് അതിൻ്റെ ഓക്സിഡേഷൻ ഇക്വേഷൻ. 2Cl- gives Cl2 + 2 ഇലക്ട്രോൺസ്. ഈ Cl2 ആണ് ക്ലോറിൻ ഗ്യാസായിട്ട് നമുക്ക് ആനോഡിൽ ലഭിക്കുന്നത്. ഇനി വാട്ട് ഈസ് ദ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദി കാഥോഡ്? റിഡക്ഷൻ. കാഥോഡിൽ റിഡക്ഷൻ ആണ് സംഭവിക്കുക. അപ്പോൾ റിഡക്ഷൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? കാഥോഡിൽ വന്നു ചേരുന്നത് സോഡിയം മെറ്റലാണല്ലോ. അപ്പോൾ സോഡിയം മെറ്റലിനാണ് ഇവിടെ റിഡക്ഷൻ നടക്കുന്നത്. സോഡിയം മെറ്റൽ ഇലക്ട്രോണിനെ റിസീവ് ചെയ്തുകൊണ്ട് സോഡിയമായി മാറുന്നു, Na ആയിട്ട് മാറുന്നു. ഈ Na സോഡിയം മെറ്റലാണ് നമുക്ക് കാഥോഡിൽ ലഭിക്കുന്നത്. ഈ രീതിയിൽ ഓക്സിഡേഷനും റിഡക്ഷനും നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് അയോൺസ് Na+ഉം Cl- ആനോഡിലും കാഥോഡിലും എന്ത് ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ ആനോഡിൽ നമുക്ക് ക്ലോറിൻ ഗ്യാസ് ലഭിക്കും, കാഥോഡിൽ നമുക്ക് സോഡിയം മെറ്റലും ലഭിക്കും. ഓക്കെ, താങ്ക് യു.